ബോംബെ രവിയുമായിട്ട് എങ്ങനെയാണ് ഈ ബോംബെ രവിയായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. കാരണം ബോംബെ രവി ഒരിക്കലും ട്യൂണിട്ട് തരില്ല. അത് ശരി. പലരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ ബോംബെ രവി പറയും ഞാൻ ഹിന്ദിയിലെയും ഉറുദുവിലെയും ഷായർമാരുമായിട്ട് കവികളുമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതുകൊണ്ട് യു റൈറ്റ്, എന്നിട്ടത് നിങ്ങളുടെ ഒരു രീതിയിൽ ചൊല്ലി കേൾപ്പിക്കുക അതൊക്കെ തന്നെ. എല്ലാതെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ആരെയും ഭാവഗായകനാക്കും മഞ്ഞൾ പ്രസാദവും. മഞ്ഞൾ പ്രസാദം എന്ന് പറയുന്നത് ചെറുശ്ശേരിയുടെ ഗാഥയാണ്, പക്ഷേ അത് ചൊല്ലിക്കൊടുക്കും നമ്മൾ. അപ്പോൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും ക്യാൻ ഐ ഹാവ് എ സ്റ്റോപ്പ് ഹിയർ, എ പോസ് ഹിയർ എന്നൊക്കെ ചോദിക്കും. അതായത് സംഗീതത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും കുഴപ്പമില്ലെങ്കിൽ ആവാം. ഇപ്പോൾ ആരെയും എന്ന് കഴിഞ്ഞിട്ട് പോസില്ലേ, അല്ലാതെ ഇങ്ങനെ ഈ പദ്യപാരായണം പോലെ ആരെയും ഭാവഗായക അങ്ങനെയല്ലല്ലോ, രാഗം കോരി ഒഴുകിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിക്കുമ്പോൾ നമ്മളത് അനുസരിക്കും. പക്ഷേ അതിനുവേണ്ടി വാക്കുകൾ മാറ്റുകയോ അല്ലെങ്കിൽ വരികൾക്കകത്ത് കൂടുതൽ മാത്രം എത്തിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുത്തിട്ട് എല്ലാം കവി ഒറ്റ വരി പോലും പാട്ട് പോലും ട്യൂണിട്ടിട്ട് തന്നിട്ട് ഞാൻ എഴുതിയതില്ല. രവി ബോംബെയുമായിട്ട് 4-5 പടത്തിന് എഴുതിയിട്ടുണ്ട്. അതിലത്തെ മിക്കവാറും പാട്ടുകൾ ഹിറ്റുകളാണ്. അതെ, അതൊക്കെ മലയാളത്തിലെ ഓരോരോ താളത്തിലും ഈണത്തിലും ഒക്കെ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. പക്ഷേ സൽദയ്ക്ക് ഈ ബംഗാളിക്കും നമുക്കും തമ്മിലൊരു ബുദ്ധിമുട്ട്, ഹിന്ദിക്കാരന് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരേ വാക്ക് തന്നെ അവരുച്ചരിക്കുന്നതും നമ്മൾ ഉച്ചരിക്കുന്നതും വ്യത്യാസമുണ്ട്. ചിലത് നമുക്ക് ദീർഘമാണോ ഹ്രസ്വമാണോ എന്ന് പറയാൻ കൂടെ പറ്റില്ല. ഇപ്പോൾ അവർ വിവേകാനന്ദൻ എന്ന് വി ഹ്രസ്വം വേ ദീർഘം അങ്ങനെ പറഞ്ഞ് മാറ്റാൻ പറ്റില്ല അവരെ സംബന്ധിച്ച്. വിവേകാനന്ദൻ. അപ്പോൾ അതുകൊണ്ട് ഈ മലയാളത്തിൽ എഴുതി കൊടുത്താൽ ഈ സൗരയുധം തന്നെ നിർബന്ധമായിട്ട് എനിക്ക് ഒരു കവിതയ്ക്ക് ചൊല്ലി കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചലഞ്ച് പോലെ എടുത്ത് ചെയ്തതാണ്. എങ്കിലും ചൊല്ലുമ്പോൾ ചെറുതായിട്ട് നമുക്കവിടെ ചില പ്രയാസങ്ങൾ പിന്നെ പറഞ്ഞു കൊടുത്ത് കഴിയുന്നതും ചെത്തിമിനുക്കും. സൗരായുധത്തിൽ എന്നാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയും സൗരായുധം എന്നൊരു ആയുധമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് ചെറുതാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ അത് തന്നെയല്ല, ഈ വിഷ്ണുരമയ്ക്കു നിശയ്ക്കു ശശാങ്കൻ എന്നുള്ള ഉണ്ണായിയുടെ താളത്തിലാണ് മഴവിൽ കൂടി കാവടി അഴക് വിളർത്തി. അത് ഞാൻ ചൊല്ലിക്കേട്ടുകൊണ്ട് വന്നപ്പോൾ ദാറ്റ്സ് എ ഫൈൻ മീറ്റർ, ജസ്റ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞു ചൊല്ലിക്കേട്ടു. പക്ഷേ അദ്ദേഹം സ്വന്തമായി ട്യൂൺ ഉണ്ടാക്കി എഴുതി കൊടുത്തു. അദ്ദേഹം സർവകലാവല്ലഭൻ. അതെ, അത് തന്നെയല്ല, ഈ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കുചിതത്വം പാടില്ല മനസ്സിൽ. അവരുടെ സംഗീതമാണ് നല്ല മോശമാണ്, എൻ്റേത് നല്ല അങ്ങനെ വിചാരിക്കരുത്. ടാഗോറിൻ്റെ രവീന്ദ്ര സംഗീതത്തിൽ എന്തിൻ്റെ എല്ലാം ചേരുവകളുണ്ടെന്നൊരിക്കൽ സലിൽദ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. വെസ്റ്റേൺ മ്യൂസിക് വരെയുണ്ട് അതിനകത്ത്. അടുത്ത കാലത്ത് നമ്മൾ ഇവിടെ ഒരു രവീന്ദ്ര സംഗീതജ്ഞൻ വന്നപ്പോൾ അദ്ദേഹം പാശ്ചാത്യ സംഗീത സ്വാധീനത്തിൽ വളരെ പ്രകടമായി പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ അത് തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുണ്ട്. അത് പക്ഷേ ഏറെയും കുറഞ്ഞു ഇരിക്കും. അതിൽ ഈ അസിമിലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സ്വാംശീകരിക്കാതെ ഉന്തി നിൽക്കരുത്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബ്രിട്ടീഷ് ബാൻഡ് സൽദയുടെ ട്യൂൺസിൽ പോലും ഈ ബാവുൽ സംഗീതത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. സാഗരമേ ശാന്തമാകനീ സാന്ത്യരാഗം മായുന്നിതാ. ബ്രിട്ടീഷ് ബാൻഡ് പാശ്ചാത്യ സംഗീതം വായിക്കുന്നത് കേട്ടിട്ട് മുത്തുസ്വാമി ദീക്ഷിതരും ത്യാഗരാജനും പാശ്ചാത്യ സംഗീതത്തിൻ്റെ സ്വാധീനത്തിൽ ചില കോമ്പോസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഭവനുത എന്ന് പറഞ്ഞിട്ട് മോഹനരാഗത്തിലുള്ളൊരു കോമ്പോസിഷൻ വളരെ വെസ്റ്റേൺ ക്ലാസിക്കൽ മൂവ്മെൻറ്റ്സിനോട് സാമ്യമുള്ള തരത്തിലാണ്. ദക്ഷിണാമൂർത്തി മാഷ് പിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. സാറിൻ്റെ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ എന്നുള്ളത്. അതെല്ലാം രചിച്ച് നോക്കിയിട്ട് ചെയ്തിട്ടുള്ള അതൊക്കെയാണ്. ഈ മാണിക്യ വീണയുമായെന്നുള്ളതിനകത്ത് തന്നെ വെസ്റ്റേൺ നോട്ട്സ് ഉണ്ട്. ദേവരായൻ പറയും മാണിക്യ എൻ്റെ നോട്ട്സ് വെസ്റ്റേൺ ഉണ്ട്. അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല. നേരെ മറിച്ച് മാണിക്യ വീണ എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഗത്തിനനുസരിച്ച് ചുമ്മാതെ മൃഗയിട്ട് എടുക്കുക അല്ലാതെ അവിടെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ നമ്മൾ ഈ സർഗാത്മകം എന്ന് വെറുതെ പറയുകയല്ല, അത് ഒന്നുമില്ലാത്ത ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഒന്നും നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല. മനുഷ്യ ശരീരം പോലും പഞ്ചഭൂതാത്മകം എന്നല്ലേ പറയുക. ഈ വെള്ളം വേറെ
മണ്ണ് വേറെ, വായു വേറെ, ഇതെല്ലാം അതെല്ലാം കൂടെ ചേർത്തെടുക്കുന്നതിലാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. എം ബി ശ്രീനിവാസനുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ അനുഭവങ്ങൾ. എം ബി ശ്രീനിവാസനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തവരിൽ പലരും ദേവരാജനായാലും സലിതയായാലും കവിതയുമായിട്ട് ബന്ധമുള്ളവരാണ്, സാഹിത്യവുമായിട്ട്. എം ബി എസ് കവിതയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. തമിഴിലെ ക്ലാസിക്സൊക്കെ നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഭാരതീയരുടെ പാട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ച് കമ്പരയൊക്കെ തന്നെ ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് മലയാളം ഈ കുറേ കാലത്തെ അടുപ്പം കൊണ്ട് അറിയാം, ഒരു തമിഴ് ചൊവ്വ പറയുകയും ചെയ്യും. പക്ഷേ ഈ മലയാളം എഴുതാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഈ മലയാളം അദ്ദേഹം തമിഴ് ലിപിയിൽ എഴുതും. തമിഴ് ലിപി പോരാതെ വരുന്ന വാക്കുകൾക്കൊക്കെ അദ്ദേഹം മലയാളത്തിൽ പഠിച്ച്, ഇപ്പോൾ ഇക്ഷ ഒക്കെ മലയാളത്തിൽ വാക്കുകൾ അങ്ങ് അതിനകത്തങ്ങ് ചേർക്കും. ഇപ്പോൾ ഒരു വട്ടം കൂടി എന്നൊക്കെ ഉള്ളത് തമിഴിൽ തന്നെ എഴുതാം. ഓർമ്മകൾ മേയുമ ഒന്നുമില്ല, തമിഴിൽ എഴുതാതിരിക്കാൻ വയ്യാത്ത ഒന്നുമില്ല. ആ നടുമുറ്റത്ത് എന്താണ് എത്തുവാൻ മോഹം, എല്ലാം തമിഴിൽ എഴുതാം. അല്ലാതെ വല്ലതും വന്നാൽ ഇപ്പോൾ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, അവിടെ സ്വല്പ പ്രശ്നമുണ്ട്. അവിടെ അദ്ദേഹം തമിഴ് ലിപി അതിനനുസരിച്ച് ആക്കും. അങ്ങനെ ആക്കിയിട്ട് അദ്ദേഹം തന്നെത്താനെ ഇതൊന്ന് വായിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിനൊരു സുഖമാണ്. മറീന കടപ്പുറത്ത് വെച്ചാണ് ഒരു വട്ടം കൂടി ഞാൻ ആദ്യമായി പറഞ്ഞു കൊടുത്ത് മൂപ്പര് എഴുതാലത്ത് മറീന ബീച്ചൊന്ന് പോയി ആ പഴയ കോർണറൊന്ന് കാണാനുള്ള സന്തോഷത്തിൽ. അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തള്ളും തുന്തും. അന്ന് വളരെ ശാന്തമായ ഒരു കോർണർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്ന് എഴുതിക്കഴിഞ്ഞാൽ എം ബി എസ് വായിക്കുന്നു, ഹായ് വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് നിന്ന് എന്നെ കെട്ടിപ്പിടിക്കുക. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സംഗീത സംവിധായകനിൽ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖം തോന്നും. ദേവരായന് ഇതൊന്നും പുറമേ കാണിക്കില്ല, ഒതുക്കി വെക്കും, എല്ലാം ഒതുക്കി വയ്ക്കും, ഒന്നും കാണിക്കില്ല. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്, മനസ്സിലെല്ലാം സംഭവിക്കുന്നത്, എല്ലാം മനസ്സിനകത്താണ്. എന്നിട്ട് പിന്നെ പറയും, അത് നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ പിശുക്കനാണ്, അഭിനന്ദനത്തിൽ. അതെ, അത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും, ഇത്രയും പറയും. അതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് പറയും, ONV അത് നല്ല അർത്ഥമൊക്കെ ശരിയാണെങ്കിൽ ആ വാക്ക് അവിടെ വരുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട്, വേറെ വല്ലതും വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മണ്ണാങ്കട്ട എന്ന്. ഈ കവിയാകുമ്പോൾ നല്ല ആശയം കൊണ്ട് ഞാൻ പക്ഷേ അങ്ങനെ എഴുതാറില്ല. എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരബദ്ധം ഞാൻ പറയാം. ഈ പിന്നെ പ്രേമിച്ചതോർത്തുകൊണ്ടോ നീ എന്താ ചിരിച്ചതെന്ന് ചോദിക്കും. പ്രേമിച്ചതോർത്തുകൊണ്ടോ, അത് ട്യൂൺ ചെയ്തപ്പോൾ പ്രേമിച്ച തോർത്തുകൊണ്ടോ എന്നായിപ്പോയി. നമ്മൾ സുജാത ആദ്യം പാടിയ പാട്ടാണ്. ചെറിയ കുട്ടിയായിരുന്നു അതെ. ഈ കണ്ണെഴുതി പൊട്ട് തൊട്ട് എന്താണ് കണ്ണാന്തളി ചൂടിയപ്പോൾ നേരിട്ട് പറയൊരു പാട്ടാണ് നമ്മുടെ സുജാത ഒരു പാവാട കുട്ടിയായിട്ടൊന്നും പാടുന്നത്. ഫ്രോക്ക് കൂട്ടത് പാടുകയാണ്. അർജുനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രേമിച്ച തോർത്തുകൊണ്ട് എങ്ങനെ പറഞ്ഞു കൊടുത്താലും പ്രേമിച്ച തോർത്തുകൊണ്ടോ ഇങ്ങനെ ലയിപ്പിച്ച് പാടാൻ അറിഞ്ഞോളൂ. പ്രേമിച്ച തോർത്തു അങ്ങനെയൊക്കെ വരുമ്പോൾ ദേവരായനെ ശരിപ്പെടുത്തും. നമുക്കത് വേറൊരു തരത്തിലാക്കാം. സാറിനേക്കാളും 10 വയസ്സ് എളുപ്പമാണ് ഞങ്ങളെല്ലാം ദാസേട്ടനെന്ന് വിളിക്കുന്ന KJ യേശുദാസ്. അതെ അതെ, 9 വയസ്സ്. അപ്പോൾ സാറിൻ്റെ മാണിക്യ വീണ പാടിക്കൊണ്ടാണ് ദാസേട്ടൻ ദേശീയമായി അംഗീകാരം നേടിയെടുക്കുന്നത്. ഒരു ഗായകൻ എന്നുള്ള നിലയിൽ പ്രശസ്തിയുടെ എല്ലാ തലങ്ങളിലും അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ നിങ്ങളുടെ തലമുറ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും നൽകിയ സംഭാവനയുണ്ട്. നിങ്ങളുടെ രചനകൾ ആസ്വാദകരിലെത്തിക്കുന്നതിൽ ദാസേട്ടൻ്റെ സ്വരമാധുര്യം നൽകിയ സംഭാവനയും തീർച്ചയായിട്ടും ഉണ്ട്. ഇത് നമ്മുടെ മലയാളിയുടെ വലിയൊരു അഭിമാനമല്ലേ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്? സാർ എങ്ങനെ അതിനെ? അത് കാലത്തിൻ്റെ ചില പടവുകളിൽ വെച്ച് അങ്ങനെ ചിലത് സംഭവിക്കും. ഈ 2 പൂക്കൾ ദൂരെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് ചേർന്ന് പിന്നെ പിരിയാൻ വയ്യാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ നമ്മുടെ കുളത്തിലുമൊക്കെ? അതെങ്ങനെ സംഭവിക്കുന്നു? അതുകൊണ്ട് നമ്മൾ 2 പൂക്കൾ ഒഴുക്കി വിട്ടാൽ ശരിയായെന്ന് വരില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ പണ്ടൊരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഇങ്ങനെ 2 ഭാഗത്ത് നിൽക്കുന്ന പൂക്കൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കോർത്ത് നിൽക്കും. അതുപോലെ കാലത്തിൻ്റെ ചില ഒത്തുചേരലുകളുണ്ട്. ഇപ്പോൾ ദേവരാജൻ എൻ്റെ തലമുറയിൽ പെട്ടില്ലെങ്കിൽ ദേവരാജൻ്റെ സംഗീതവും ഞാൻ കൂടെ യോജിക്കില്ല. ഞാൻ ദേവരാജൻ്റെ തലമുറയിലും കൊല്ലച്ചവറയിലും പരവൂരുമായി ജനിച്ചില്ലെങ്കിലും ഉണ്ടാവില്ല. കാരണം രാഘവ മാഷങ്ങ് വളരെ കോഴിക്കോട്ടാണ്. അവിടെ ഭാസ്കരൻ മാഷുമായിട്ട് നിന്ന് കായലരികത്ത് വല ചെറിഞ്ഞ കോഴിക്കോട്ട് മാപ്പിളപ്പാട്ട് രീതി ചൊല്ലി. അപ്പോൾ ഇതൊരു ഒത്തുചേരലാണ്.
അതിനകത്ത് ദേശം, കാലം ഇതൊക്കെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തുചേരലുണ്ടായതാണ്. പാടാനാണ് യേശുദാസൻ. അതെ, ദാസ് പാടിത്തുടങ്ങിയ ആ കാലഘട്ടത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും അതും ഒരു ആഹ്ലാദകരമായ ആകസ്മികത എന്ന് വേണേൽ പറയാം.